നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് ഈ ഒരു ക്വസ്റ്റ്യനിലായിരുന്നു അല്ലേ. ഇത് ആരെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു നോക്കിയോ? ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കൊടുക്കണം. നമുക്കിവിടെ 3 റീജിയൻ തന്നിട്ടുണ്ട് അല്ലേ. നമുക്കിവിടെ 3 റീജിയൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് മോഡ് സെറ്റ് ലെസ് ദാൻ 2, സെക്കൻഡ് കേസ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2 ആൻഡ് തേർഡ് കേസ് 1 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 2. ഇതാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡിനോമിനേറ്റർ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് മാത്രം അല്ലേ. ലൈക്ക് നമ്മൾ z-1 ഇൻറ്റു z-2 ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പക്ക ക്വാഡ്രാറ്റിക് ഫോമിൽ, അതായത് ക്വാഡ്രാറ്റിക് ഫോം തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതിന് മുന്നൊക്കെ, പക്ഷേ അത് ഫാക്ടേർഡ് ഫോമാണ് അല്ലേ, ഫാക്ടറൈസ്ഡ് ഫോമാണ്. ഇത് അസൽ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനിലുള്ളത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഈ ഒരു ഫോമാറ്റിലേക്ക് കൺവെർട്ട് ചെയ്യാം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? സിമ്പിൾ. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാണല്ലോ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ആയതുകൊണ്ട് നമുക്ക് ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ +2 ആഡ് ചെയ്താൽ -3, ഈ കിട്ടുന്ന 2 നമ്പേഴ്സ് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ള എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന്, അതായത് -2z + 3 ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലൈ ചെയ്താൽ +2 ആഡ് ചെയ്താൽ -3 കിട്ടുന്ന 2 പോസിബിലിറ്റീസ്, 2 നമ്പേഴ്സ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഏതൊക്കെയാണ്? ഗുണിച്ചാൽ 2 വരണം എന്നുണ്ടെങ്കിൽ 1, 2 പോസിബിലിറ്റി അല്ലേ. അതേസമയം കൂട്ടിയാൽ -3 വരണം. ഗുണിച്ചാൽ പോസിറ്റീവും കൂട്ടിയാൽ നെഗറ്റീവും വരണമെന്നുണ്ടെങ്കിൽ 2 നെഗറ്റീവ് ആയിരിക്കണമല്ലോ. അപ്പോൾ -1ഉം -2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 2 ആണ്, ആഡ് ചെയ്താൽ -3 ആണ്. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സായിട്ട് ഡിനോമിനേറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യാം ആസ് z-1 ഇൻറ്റു z-2. സെറ്റിനോട് കൂടെ വെറുതെ ഒന്ന് ചേർത്തിട്ട് കൊടുത്താൽ മതി. ഇനി 1ഉം 2 ആണ് നമുക്ക് ഫാക്ടേഴ്സായിട്ട് കിട്ടുന്നതെങ്കിൽ z+1 ഇൻറ്റു z+2 എന്ന് എഴുതുക. -1ഉം -2 ആയതിനാൽ നമ്മൾ z-1 ഇൻറ്റു z-2 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന f(z)നെ ഇപ്പോൾ എങ്ങനെയാക്കി മാറ്റി? -2z + 3 ഡിവൈഡഡ് ബൈ z-1 ഇൻറ്റു z-2 എന്നാക്കി. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ ടൈപ്പായി മാറി. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്കിവിടെ ചെയ്യാനുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് കേസ് ഏതാണ്? മോഡ് സെറ്റ് ലെസ് ദാൻ 2. ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയില്ലേ? മോഡ് സെറ്റ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെസ് ദാൻ 1 എന്നുള്ള ഫോർമാറ്റിലേക്ക് കൊണ്ടുവരും അല്ലേ. ലെസ് ദാൻ ഉണ്ടോ, ഈ വായ തുറന്ന ഭാഗത്തേക്ക് 1 കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ വായ തുറന്ന ഭാഗത്ത് 1 വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ 1 അല്ലാത്ത ഏത് ക്വാണ്ടിറ്റി ആണോ അത് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് മറ്റേ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ മോഡ് സെറ്റ് ആ 2 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഡിവൈഡഡ് ബൈ 2 അല്ലേ, ലെസ് ദാൻ 1. ഇതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ റീജിയൻ്റെ ബേസിൽ കിട്ടുന്ന പോയിൻ്റ് അല്ലേ. അപ്പോൾ മോഡ് z/2 ലെസ് ദാൻ 1 എന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ z മുകളിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ -2z + 3 ഡിവൈഡഡ് ബൈ z-1 ഇൻറ്റു z-2 എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന ആൻസറിൻ്റെ അകത്ത്, അതായത് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ്റെ അകത്ത് z ടേം ഉണ്ടാവേണ്ടത്. z/2, z/2 സ്ക്വയർ, z/2 ക്യൂബ്, ആ രീതിയിലായിരിക്കും നമ്മൾ ആൻസർ വരിക. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആരെ പുറത്തെടുക്കണം ചുരുക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം? ഇപ്പോൾ ഫസ്റ്റ് ടേമിൽ z-1 ആണ് അല്ലേ, അതിന് നമുക്ക് വേണമെങ്കിൽ -1 - z ആക്കാം. സെക്കൻഡ് ടേമിൽ z-2 ആണ്, അതിന് നമുക്ക് വേണമെങ്കിൽ -2 - z ആക്കാം. പക്ഷേ ഈ 2 സ്ഥലത്തും നമുക്ക് എക്സ്പാൻഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. കറക്റ്റാണോ? അപ്പോൾ 2 സ്ഥലത്തും നമുക്ക് എക്സ്പാൻഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മളിത് അറ്റ് എ ടൈം ചെയ്യാന്നുണ്ടെങ്കിൽ ഈ 2ന് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് എക്സ്പാൻഡ് ചെയ്ത ശേഷം അവസാനം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിരുന്നു എന്ന് എൻ്റെ ഓർമ്മ അല്ലേ. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം? അപ്പോൾ നമുക്ക് f(z) എന്ന് പറയുന്ന ആൾ, അതായത് -2z + 3 ഡിവൈഡഡ് ബൈ z-1 ഇൻറ്റു z-2. പാർഷ്യൽ ഫ്രാക്ഷനിലൂടെ നമ്മൾ എന്താ കാണിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ടേംസിനും ഒരാളപ്പുറത്തും ഒരാളപ്പുറത്തുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്പാൻഷൻ ഒന്നും കൂടെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? a/ഫസ്റ്റ് ദാറ്റ് ഈസ് z-1 + b/z-2. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിനോമിനേറ്ററിലുള്ള ആ പ്രൊഡക്റ്റ് ടേംസിനെ, ആ പ്രൊഡക്റ്റ് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ അല്ലേ. പ്രൊഡക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ അവസാനം മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ലാസ്റ്റ് വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി, ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ തിരഞ്ഞുപിടിക്കുന്നത്. ഓക്കെ അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലത്തെ ഒരു ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നോക്കിയാൽ മതി നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. ഇനി നമുക്കിവിടെ f(z) ആയിട്ടുള്ള ആരാണ്? ദാറ്റ് ഇംപ്ലൈസ് f(z) മീൻസ്
-2z+3 ഡിവൈഡഡ് ബൈ z-1 ഇൻറ്റു z-2 ഈക്വൽ ടു a/z-1 പ്ലസ് b/z-2. ഓക്കെ, ക്ലാസ്സിൽ ചെയ്ത് കണ്ടില്ല. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഈ ലെഫ്റ്റിൻ്റെ ഡിനോമിനേറ്റർ എന്താണോ അതുകൊണ്ട് മൊത്തത്തിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, റൈറ്റിലും ലെഫ്റ്റിലും മൾട്ടിപ്ലൈ ചെയ്യാം. സോ വാട്ട് ഹാപ്പൻസ്, -2z+3 ഈക്വൽ ടു a ഇൻറ്റു z-1ഉം z നമ്മൾ ഈ സാധനം കൊണ്ടാണ് രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിനോമിനേറ്റർ കൊണ്ട് മൊത്തത്തിൽ രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഓൾറെഡി വി ഹാവ് z-1 ഇൻ ദ ഡിനോമിനേറ്റർ. അപ്പോൾ z-1ഉം z-1ഉം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എൻ്റെ കൂടെ ആര് വരും, z-2 വരും, പ്ലസ് ബീൻ്റെ കൂടെ ആര് വരും, z-1 വരും. പുട്ട് ഇക്വേഷൻ നമ്പർ 1. ഇതാണ് നമുക്ക് കിട്ടുന്ന കാര്യം അല്ലേ. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, എനെയും ബീനെയും കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരാളെ ഒഴിവാക്കിയിട്ട് അടുത്താളെ കണ്ടെത്തുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇക്വേഷൻ 1 നമ്മൾ ആദ്യം z-ന് 1 കൊടുത്ത് വിചാരിക്കുക. അപ്പോൾ എന്താ വരിക, z-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ ബീൻ്റെ കൂടെ 0 വരും. ബീൻ്റെ കൂടെ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് അതിന് എ കണ്ടെത്താം. ഓക്കെ അല്ലേ. അപ്പോൾ എന്താ വരിക നോക്കൂ, ദാറ്റ് ഈസ് -2 ഇൻറ്റു നമ്മൾ z-ന് 1 കൊടുക്കുന്നത്, അപ്പോൾ ലെഫ്റ്റിൽ z-ൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, പ്ലസ് 3 ഈക്വൽ ടു a ഇൻറ്റു z-1 കൊടുത്താൽ 1 - 2 അല്ലേ, പ്ലസ് ബീൻ്റെ കൂടെ എഴുതണ്ട, അത് 0 അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ. അപ്പോൾ എന്താ വരിക, ദാറ്റ് ഈക്വൽസ് -2 + 3 ഈക്വൽ ടു a ഇൻറ്റു -1. ദാറ്റ് ഇംപ്ലൈസ് 1 is equal to -a അഥവാ a is equal to -1. ഇതാണ് നമുക്ക് എയുടെ വാല്യൂ കിട്ടുന്നത്. ഇനി ഇതേപോലെ നമ്മൾ നേരത്തെ തുടങ്ങി വെച്ച ഇക്വേഷൻ്റെ അകത്ത് നെക്സ്റ്റ് പുട്ട് z is equal to ഇതാ ഇവിടെ കണ്ടോ, z-ൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇക്വേഷൻ 1 തന്നെ ഇത് എൻ്റെ കൂടെ 0 വരും അല്ലേ. അതായത് എ എലിമിനേറ്റഡ് ആവും. അതായത് നമ്മൾ ഒരാളെ കണ്ടെത്താൻ മറ്റാളെ എലിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്ന പ്രോസസ്സ്. പുട്ട് z ഈക്വൽ ടു 2 ഇൻ ഇക്വേഷൻ 1 എന്താ കിട്ടുക നമുക്ക്, therefore -2 ഇൻറ്റു 2 + 1 is equal to a 0 ആയി പോകും, എഴുതണ്ട, b ഇൻറ്റു ബീൻ്റെ കൂടെ ഉള്ളത് z-1 ആണ്. സോ 2 -1 അല്ലേ. ദാറ്റ് ഇംപ്ലൈസ് -4 + 1 is equal to b ഇൻറ്റു 1 അഥവാ -3 ഈക്വൽ ടു b. ദാറ്റ് മീൻസ് b is equal to -3. അപ്പോൾ ഇവിടെ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടുന്നത് -3 ആണ്, എയുടെ വാല്യൂ കിട്ടുന്നത് എന്താണ്, -1 ആണ്. പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ച് വരാം, നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത സ്റ്റെപ്പിലേക്ക് തിരിച്ചെത്തുക. therefore fz is equal to a/, ആ സ്ഥലത്തേക്ക് a/z-1 പ്ലസ് b/z-2. ഓക്കെ അല്ലേ. ഈ സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് വരാം. ഇവിടെ വന്ന ശേഷം എന്ത് ചെയ്യുക, എയുടെയും ബിയുടെയും സ്ഥാനത്ത് നമുക്ക് കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട്, fz is equal to -1/z-1 പ്ലസ് ബി മീൻസ് -3/z-2. ശരിയല്ലേ. എയുടെ സ്ഥാനത്ത് -1, ബിയുടെ സ്ഥാനത്ത് -3. അപ്പോൾ എന്തിനാണ് ഇതിങ്ങനെ ചെയ്തതെന്നുള്ളത് മനസ്സിലായല്ലോ നമുക്ക്. നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് അവിടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾ വേറെ സ്ഥലത്തും മറ്റൊരാൾ വേറെ സ്ഥലത്തും ആയ സ്ഥിതിക്ക് നമുക്ക് ഈസി ആയിട്ട് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ്. ഗോട്ട് ഇറ്റ്. ഇനി എന്താ സംഭവിക്കുക, അപ്പോൾ therefore നമ്മളെ റേഞ്ചിലേക്ക് വരാം അല്ലേ. ഒന്നാമത്തെ റീജിയൻ ഏതാണ് നമുക്ക് കൊടുക്കാനുള്ളത്, മോഡ് z<2 അഥവാ മോഡ് z/2 <1 എന്നാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ. ഈ z-ൽ ഒന്നുകിൽ നമ്മൾ z-നെ പുറത്തേക്ക് എടുക്കും, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുക്കും എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ z താഴെ വരുമ്പോഴാണ് നമ്മൾ z-നെ പുറത്തെടുക്കണമെന്ന് അറിയാലോ നിങ്ങൾക്ക്. ഈ സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ എത്തിച്ച് കഴിഞ്ഞാൽ ഈ സ്പോട്ടിലാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് z മുകളിലാണ്, ന്യൂമറേറ്ററിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പുറത്തെടുക്കേണ്ടത് ആരെയാണ്, കോൺസ്റ്റൻറ്റിനെയാണ്. കോൺസ്റ്റൻറ്റിൻ്റെ സ്ഥലത്ത് 1 ആണെങ്കിൽ നോ പ്രോബ്ലം, 1 അല്ലാത്ത മറ്റ് നമ്പർ ആണെങ്കിൽ ആ നമ്പറിനെ പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് നമ്മൾ മുകളിലേക്ക് കൊണ്ടിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ പ്രകാരം -1/z-1 എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് സീരീസ് എക്സ്പാൻഷൻ ഉപയോഗിക്കാൻ നമ്മുടെ കയ്യിൽ 3-4 റിസൾട്ട് ഉണ്ട്. 1 - z⁻1 1 + z⁻1. അപ്പോൾ ആ റിസൾട്ടിലൊക്കെ 1 ആണ് ഫസ്റ്റ് ടൈം വരുന്നത് നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു ഓർഡറിലേക്ക് ഇതിനെ മാറ്റുക. ഈ z-1നെ 1 - z ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി, -1 - z ആക്കിയാൽ മതി. ഓക്കെ, പ്ലസ് -3 ഡിവൈഡഡ് ബൈ ഇതേപോലെ തന്നെ തിരിച്ചു കഴിഞ്ഞാലോ -2 - z. കറക്റ്റ്.
ദാറ്റ് ഈക്വൽ ടു മൈനസും പ്ലസ് ആയി പോയി. അപ്പോൾ 1/1 മൈനസ് സെറ്റ്, അഗെയിൻ മൈനസും പ്ലസ് ആയി പോയി, പ്ലസ് 3/2 മൈനസ് സെറ്റ്. കറക്റ്റ് അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ദാറ്റ് ഈക്വൽ ടു 1/1 മൈനസ് സെറ്റ്. ഇവിടെ 1 തന്നെയാണ് അല്ലേ? നമുക്ക് പുറത്തെടുക്കാനുള്ളത് ആരെയാണ്? 1-നാണ്, അല്ല സോറി, കോൺസ്റ്റൻറ്റിനെന്ന് പറഞ്ഞു. ആ കോൺസ്റ്റൻറ്റ് അപ്പോൾ നമ്മൾ പുറത്തെടുക്കുക. നമ്മളെ സീരീസ് എക്സ്പാൻഷൻ കൊണ്ടുവരാൻ പോകുന്ന സ്ഥലത്ത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്? +3 ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് 2നെ പുറത്തെടുക്കണം അല്ലേ? കാരണം നമുക്ക് കിട്ടേണ്ട എക്സ്പാൻഷൻ ഇസഡ് ടേമിലാണ്, ഇസഡ് നോമറേറ്ററിലാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും ഒരു 1 + z 1 - z അല്ലെങ്കിൽ 1 + z റേസ് ടു -2 1 - z റേസ് ടു -2 ഈ ഒരു എക്സ്പാൻഷൻ നമുക്കിവിടെ കൊടുക്കേണ്ടത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 അല്ലാത്ത ടേം വന്നു കഴിഞ്ഞാൽ ആ കോൺസ്റ്റൻറ്റ് ടേമിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ 1 ആയി, -z/2. നമ്മൾ ഏത് തന്നെയാണ് പുറത്തെടുക്കുന്നത്, 1 അല്ലാതെ വരുന്ന ഏത് കോൺസ്റ്റൻ്റാണ് പുറത്തെടുക്കുന്നത്, ആ ടേം ഈ സെറ്റിൻ്റെ ചുവടെ വരും ചെയ്യും അല്ലേ? ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഇതിനെ നേരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കിതിനെ 1 - z റേസ് ടു -1 പ്ലസ് 3/2 അവിടെ നിൽക്കും അല്ലേ? 1 - z/2 റേസ് ടു -1 ഇങ്ങനല്ലേ കിട്ടുക നമുക്ക്. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എന്താ ഒരു എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1, നമ്മൾ അതിൽ ഫോർമുല ഉണ്ട് അല്ലേ? നമ്മൾ എഴുതിയ ഫസ്റ്റ് റിസൾട്ടാണത്. 1 + z പ്ലസ് z² പ്ലസ് z³ പ്ലസ് എറ്റ്സെട്ര എന്ന് വരും അല്ലേ? പ്ലസ് 3/2 ഇൻറ്റു ഇവിടെ എന്ത് വരും? 1 പ്ലസ് z/2 പ്ലസ് z/2 ഹോൾ സ്ക്വയർ പ്ലസ് z/2 ഹോൾ ക്യൂബ് പ്ലസ് എറ്റ്സെട്ര എന്ന് വരും. ഇതാണ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ z²/2² z³/2³ എന്നൊക്കെ വേണമെങ്കിൽ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ മതി. ഇതാണ് ഫസ്റ്റ് റീജിയനെ ബേസ് ചെയ്തിട്ട് വരുന്ന ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. ഇനി അടുത്ത് നമുക്ക് ഏതാ വരുന്നത്? സെക്കൻഡ് കേസ്, മോഡ് z ഗ്രേറ്റർ ദാൻ 2 അല്ലേ? മോഡ് z ഗ്രേറ്റർ ദാൻ 2. സോ മോഡ് z ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് <1 എന്നുള്ള ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം അല്ലേ? അപ്പോൾ ഈ വലിയ വായ തുറന്ന ഭാഗം സെറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ സെറ്റ് ഇവിടുന്ന് കൊണ്ടുപോകുക, അവിടെ 1 വരണം എന്നുള്ളതാണ്. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ 2 ഡിവൈഡഡ് ബൈ മോഡ് സെറ്റ്. ഓക്കെ അല്ലേ? ആ ഭാഗത്തുള്ള ആരാണോ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അവിടെ ഡിവൈഡഡ് ബൈ എന്ന് വരും, ഇവിടെ 1 വരും ചെയ്യും. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2/mod z <1. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ കേസിൽ z ചോടെ വരുന്നത് അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോറൻസ് സീരീസ് എക്സ്പാൻഷന് കൊണ്ടുപോകേണ്ടത് z പുറത്തെടുത്ത ശേഷമുള്ള ടേമിനായിരിക്കണം. മറ്റേത് കോൺസ്റ്റൻ്റ് എടുത്തതുപോലെ. ഓക്കെ അല്ലേ? അവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് എടുക്കാൻ കാരണം മനസ്സിലായല്ലോ. അവിടെ നമുക്ക് z ന്യൂമറേറ്ററിലാണ് വരുന്നത്. ഇവിടെ റീജിയനിൽ ഓൾറെഡി z നമ്മൾ റീറൈറ്റ് ചെയ്തപ്പോൾ താഴെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ വരുന്നത്? fz വീണ്ടും എടുക്കുക. നമ്മൾ ഓൾറെഡി പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പോർഷൻ വീണ്ടും എടുക്കുക. -1/z -1 പ്ലസ് -3/, ഇതന്നല്ലേ നമ്മുടെ പോയിൻ്റ്? -1/z -1 പ്ലസ് -3/z -2. അതേ സ്പോട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ പുറത്തെടുക്കേണ്ടത് ആരെയാണ്? സെറ്റിനാണ്. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെ അതിനെ മാറ്റാറുണ്ട് അല്ലേ? ഇങ്ങോട്ടും ഈ ടേംസിന്, അതായത് a- പിന്നെ നമ്മൾ b- എന്നാക്കാറുണ്ട്. അതിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല, ഓർഡർ റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമുക്ക് സെറ്റിനാണ് പുറത്തെടുക്കേണ്ടത്. ഏത് ടൈമിൽ നമ്മൾ പുറത്തെടുക്കേണ്ടത് ആ ഓർഡറിൽ നമ്മൾ അതിനാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടേമിൽ ചെയ്യുന്നത് സെറ്റിനെ പുറത്തെടുക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? 1 - 1/z എന്ന് കിട്ടും അല്ലേ? പ്ലസ് സെക്കൻഡ് സ്ഥലത്തോ -3 ഡിവൈഡഡ് ബൈ z ഇൻറ്റു 1 - 2/z. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? അതിന് ശേഷം ഈ -1/z ഇവിടെ നിർത്തിയിട്ട് ഈ സ്ഥാനത്തെ മുകളിലേക്ക് കൊണ്ടുപോകാം. കാരണം അവിടെയാണ് നമുക്ക് എക്സ്പാൻഷൻ ചെയ്യാനുള്ളത് അല്ലേ? പ്ലസിൻ്റെ മൈനസിന് നമുക്ക് മൈനസ് എഴുതാം. ഓൾറെഡി z ചോടുണ്ട്. ബാക്കി 1 - 2/z ദ ഹോൾ റേസ് ടു -1. ഇനി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ദാറ്റ് ഈക്വൽ ടു -1/z ഇൻറ്റു 1 പ്ലസ് 1/z ഹോൾ സ്ക്വയർ പ്ലസ് 1/z ഹോൾ ക്യൂബ് പ്ലസ് എറ്റ്സെട്ര -3/z ഇൻറ്റു ഇതേപോലെ 1 പ്ലസ് 2/z പ്ലസ് 2/z ഹോൾ സ്ക്വയർ പ്ലസ് 2/z
സെഡ് ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഈ കേസിൽ നമുക്ക് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി അങ്ങനെ ആക്കണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ അങ്ങനെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ മതി. 1 + 1/z² പ്ലസ് 1/z³ പ്ലസ് എക്സെട്ര മൈനസ് 3/z ഇൻറ്റു 1 + 2/z പ്ലസ് 2² പ്ലസ് 2³ പ്ലസ് എക്സെട്ര. ഓക്കെ അല്ലേ, എന്നിങ്ങനെ ഇട്ടാലും മതി. ഓക്കെ, അപ്പോൾ 2 കേസ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഒരു കേസും കൂടി ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. ഏതാണ് മൂന്നാമത്തെ കേസ്? മൂന്നാമത്തെ ഒരു ഓപ്പൺ അനലസ് റീജിയൻ വരുന്നുണ്ടല്ലോ അല്ലേ. ഓപ്പൺ അനലാർ റീജിയൻ 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 2 അല്ലേ. 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 2. അപ്പോൾ 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 2. കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ? ദിസ് ഇംപ്ലൈസ് 1 ലെസ് ദാൻ മോഡ് z ആൻഡ് മോഡ് z ലെസ് ദാൻ 2 അല്ലേ. ഇതിനെ നമ്മൾ 2 പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ 1 ലെസ് ദാൻ മോഡ് z ഉണ്ട് ഇവിടെ, മോഡ് z ലെസ് ദാൻ 2 ഉണ്ട് ഇവിടെ. അതായത് നമ്മൾ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒരു സമയം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 1 ലെസ് ദാൻ മോഡ് z എടുക്കാം. വാട്ട് അബൌട്ട് 1 ലെസ് ദാൻ മോഡ് z? ഇങ്ങനെ വന്ന് നമുക്കറിയാം ഈ 1 എവിടെ വരണം? ഈ ഭാഗത്ത് വരണം അല്ലേ. ഈ വലിയ വായ തുറന്നിരിക്കുന്ന ഭാഗത്താണ് 1 വരുന്നത്. അപ്പോൾ ലെസ് ദാൻ 1 എന്നുള്ള ഫോമാറ്റിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മോഡ് z ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതെന്താവുള്ളൂ? 1/mod z ലെസ് ദാൻ 1 എന്ന് വരുള്ളൂ. അതേസമയം നമ്മൾ നെക്സ്റ്റ് ഇനീക്വാളിറ്റി എടുത്തു കഴിഞ്ഞാൽ മോഡ് z ലെസ് ദാൻ 2 എന്നാണ്. ഈ കേസിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 2-നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. കാരണം ഇവിടെ ലെസ് ദാൻ 1 വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ സ്ഥാനത്ത് 1-ൻ്റെ സ്ഥാനത്ത് വരണത് 2 ആണ്. അപ്പോൾ നമുക്കിതിനെ മോഡ് z/2 ലെസ് ദാൻ 1 എന്ന് കൊടുക്കാം. കറക്റ്റ് അല്ലേ? മോഡ് z/2 ലെസ് ദാൻ 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, കേസിൻ്റെ പ്രത്യേകത, ഇതിൽ ഒരേ സമയം z താഴെയും z മുകളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എക്സ്പാൻഷനിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ വി വിൽ ടേക്ക് അഗെയിൻ fz is equal to -1/z - 1 പ്ലസ് -3/z - 2. ഇതല്ലേ നമ്മുടെ സ്പോട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സംശയം ഉണ്ടാകും, ഇതിലിപ്പോൾ ഏതിലാണ്, അതായത് നമുക്കിവിടെ 2 കാര്യം ചെയ്യുള്ളത്. ഒരു സ്ഥലത്ത് സെറ്റിനെ പുറത്തെടുക്കണം, ഒരു സ്ഥലത്ത് കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കണം. സാധാരണ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ ഈ ഒരു ജോലി ഒരു യൂണിഫോമിലാണ് വരിക. ഒന്നെങ്കിൽ സെറ്റിനെ പുറത്തെടുക്കുക, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കുക. ഇതിപ്പോൾ രണ്ടും അറ്റ് എ ടൈം മോഡ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് എവിടെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നോക്കിയാൽ മതി. ഇവിടുത്തെ കണ്ടീഷൻ നോക്കുക കണ്ടോ. 1/z ലെസ് ദാൻ 1 വരണം, മോഡ് z/2 ലെസ് ദാൻ 1 വരണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പുറത്തെടുത്ത് വിചാരിക്കാം. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ സെറ്റിനെ പുറത്തെടുക്കണം എന്ന് വിചാരിക്കാം ഈ ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ സെറ്റ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ വരിക? 1 - 1/z കണ്ടോ. 1/z ലെസ് ദാൻ 1. ഈ ഇനീക്വാളിറ്റി, ഈ കണ്ടീഷനോടെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ടല്ലോ അവസാന റിസൾട്ടിൽ, അതുപോലത്തെ ഒരു എക്സ്പാൻഷൻ. അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നതിന് വാലിഡിറ്റി ഓഫ് എക്സ്പാൻഷൻ. അപ്പോൾ ഇത് എക്സ്പാൻഷൻ വാലിഡ് ആവുന്നത് ഈ ഒരു റീജിയനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് നമ്മൾ റീജിയൻ ഓഫ് കൺവെർജൻസ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവാം. ഇവിടെ നമ്മൾ സെഡ് എടുത്തു കഴിഞ്ഞാൽ 1/z ആണ് ഇതിൻ്റെ അകത്ത് വരിക. അപ്പോൾ എക്സ്പാൻഷനിലൊക്കെ 1/z 1/z² എക്സെട്ര അങ്ങനെ പോകും. ഇതിൻ്റെ അകത്ത് നമ്മൾ z എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഈ രണ്ടാമത്തെ സ്ഥലത്ത് ഒരാൾ തെറ്റിദ്ധരിച്ച് z എടുക്കുക എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ 2/z വരിക. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് z/2 ലെസ് ദാൻ 1 എന്നാണ് അല്ലേ. അപ്പോൾ z/2 ലെസ് ദാൻ 1 എന്നുള്ളതിൽ നിന്ന് 2/z ലെസ് ദാൻ 1 എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇതിൻ്റെ റെസിപ്രോക്കൽ അത്. ഒരു ഇനീക്വാളിറ്റിനെ സംബന്ധിച്ച് നമ്മൾ റെസിപ്രോക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇനീക്വാളിറ്റി സിമ്പിൾ റിവേഴ്സ് ചെയ്യും. അതായത് z/2 ലെസ് ദാൻ 1 ആണെങ്കിൽ 2/z മോഡ് z ഗ്രേറ്റർ ദാൻ 1 എന്നാണ് പറയേണ്ടത്. ശരിയല്ല, നമുക്ക് ലെസ് ദാൻ 1 എന്നുള്ള ഫോർമാറ്റിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ആ കൺഫ്യൂഷൻ കൊണ്ട് പോയി കിട്ടും എവിടെയാണ് ഞാൻ കറക്റ്റായി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് ഇതിലാണ് പോണത്. സോ -1/ ഇവിടെ z പുറത്തെടുത്താൽ 1 - 1/z അല്ലേ. പ്ലസ് ഇൻറ്റു മൈനസ് അല്ല, ലാസ്റ്റ് ഇട്ടാലും മതി. പ്ലസ് -3/. ഇവിടെ നമ്മൾ പുറത്തെടുക്കേണ്ടത് ആരെയാണ്? സെഡിനല്ല. കാരണം സെഡിനെ പുറത്തെടുത്താൽ ഇവിടെ 2/z വരെ, അതല്ല വേണ്ടത്. നമുക്ക് z/2 എന്നാണ് ഇവിടെ കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ഇതിനൊന്ന് ഇങ്ങോട്ട് തിരിക്കുക. അപ്പോൾ -2 - z ദാറ്റ് ഈക്വൽ ടു -1/z ഇൻറ്റു 1 - 1/z പ്ലസ് മൈനസും ക്യാൻസലായി ബാക്കി 3/z
2 മൈനസ് സെറ്റ്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണ്? ആസ് യൂഷ്വൽ ഈ ഫസ്റ്റ് ടേമിൽ ഈ 1 മൈനസ് 1/z മുകളിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യണം. അതേസമയം ഇവിടെ നമുക്ക് 2നെ പുറത്തെടുക്കണം അല്ലേ? അപ്പോൾ 1 മൈനസ് z/2 കണ്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് വരും അത് z/2. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് 1/z ഇൻറ്റു എക്സ്പാൻഡ് ചെയ്യുക 1 പ്ലസ് 1/z പ്ലസ് 1/z ഹോൾ സ്ക്വയർ പ്ലസ് 1/z ഹോൾ ക്യൂബ് പ്ലസ് എറ്റ്സെട്ര. ഇനി ഇവിടെ സെക്കൻഡ് പാർട്ടിൽ 3/2 ഇത് മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 1 മൈനസ് z/2 ഹോൾ പവർ -1 എന്നാവും അല്ലേ? ദാറ്റ് ഈക്വൽസ് -1/z ഇൻറ്റു 1 പ്ലസ് 1/z പ്ലസ് 1/z. നമുക്ക് വേണമെങ്കിൽ പവർ സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ z² പ്ലസ് നിർബന്ധമില്ല, ഇനി ചെയ്യണില്ലെങ്കിൽ വേണ്ടേനു ഇട്ടാലും മതി, എറ്റ്സെട്ര പ്ലസ് 3/z ഇൻറ്റു ഇവിടെ ഇതേപോലെ എക്സ്പാൻഡ് ചെയ്ത് എന്തെങ്കിലും സെയിം ഫോർമുലയാണ് നമ്മൾ രണ്ട് സ്ഥലത്തും കൊടുക്കുന്നത്. അപ്പോൾ 1 പ്ലസ് z/2 പ്ലസ് z/2 ഹോൾ സ്ക്വയർ പ്ലസ് z/2 ഹോൾ ക്യൂബ് പ്ലസ് എറ്റ്സെട്ര. ഇത് നമ്മൾ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ z/2 z²/2 സ്ക്വയർ z³/2 ക്യൂബ് എന്നുകൊണ്ട് കിട്ടും. ഇതാണ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ ഒരാൾ നമ്മളിപ്പോൾ രണ്ട് ഭാഗത്തും സെറ്റ് എടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചത് അല്ലേ? ഇനിയിപ്പോൾ ഒരാൾ തോന്നുന്നതാണ് ഇപ്പോൾ ഒരു സ്ഥലത്ത് 1/z ഒരു സ്ഥലത്ത്, അതായത് ഒരു സ്ഥലത്ത് 1/z z മുകളിൽ, ഒരു സ്ഥലത്ത് z താഴെ വരണമല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ സെറ്റ് പുറത്തെടുക്കാതെ ഇവിടെ നിന്ന് എടുത്തുവിടുന്ന ഇപ്പോൾ ഒരാൾ ചോദിക്കണം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഈ സെറ്റ് എടുത്തില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഇത് നമ്മളിട്ട് തിരിച്ചു കഴിഞ്ഞാൽ 1 മൈനസ് ഓഫ് 1 മൈനസ് z എന്ന് വരല്ലേ? അപ്പോൾ 1 മൈനസ് z എന്ന് പറയുമ്പോൾ നമ്മൾ ആരും കോൺസ്റ്റൻറ്റ് 1 വന്നു, നമ്മൾ കോൺസ്റ്റൻറ്റാണ് പുറത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് 1 ആയതുകൊണ്ട് നമുക്ക് ആ ജോലിയോടെ വരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ 1 മൈനസ് z മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് 1 പ്ലസ് z പ്ലസ് z² പ്ലസ് z³ പ്ലസ് എറ്റ്സെട്ര എന്നുള്ള റിസൾട്ടായിട്ട് മാറും അല്ലേ? അപ്പോൾ ഇവിടെ z വരിക. അപ്പോൾ നോക്കിയേ, z എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിലുള്ളത് 1/z ലെസ് ദാൻ 1 എന്നാണ് അല്ലേ? മോഡ് സെറ്റിനെ സെറ്റ് എന്ന് വിളിച്ചാൽ മതി. 1/z ലെസ് ദാൻ 1 എന്നാണ്. ഇതിൻ്റെ റെസിപ്രോക്കലാണ് സെറ്റ് എന്ന് പറയുന്നത്. ആം ഐ കറക്റ്റ്? അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഇനീക്വാളിറ്റി എപ്പോഴും റിവേഴ്സ് ചെയ്യണം. അപ്പോൾ z ഗ്രേറ്റർ ദാൻ 1 എന്നാണ് കണ്ടോ? അപ്പോൾ അത് കറക്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സംശയം നോക്കിയാൽ മതി. നമ്മൾ ഈ റീജിയൻ ഓഫ് കൺവെർജൻസ്, ഈ വാലിഡിറ്റി റീജിയൻ ഉണ്ടല്ലോ, ഇത് നോക്കുക. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. വെരി സിമ്പിൾ. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ കൺഫ്യൂഷനൊക്കെ കൊണ്ട് പോയി കിട്ടും. ഇത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ മാർക്കിനെ ബാധിക്കും. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ലോറൻസ് സീരീസിൽ പറയാനുള്ളത്. ലോറൻസ് സീരീസ് നമ്മൾ ഓൾറെഡി 3-4 ക്വസ്റ്റ്യൻ ക്ലാസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ. ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ലാസ്റ്റ് ഇവിടെ നിർത്തി. എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തത്. എനിക്ക് തോന്നുന്നത് തന്നെ നമ്മൾ കറക്റ്റ് പറഞ്ഞെന്നുള്ള തന്നെയാണ്. നമ്മൾ നോക്കാം. ഇനി നമുക്കതിൻ്റെ കൂടെ പറയാനുള്ള അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ റെസിഡ്യൂ ഇൻ്റഗ്രേഷനാണ്. റെസിഡ്യൂ ഓക്കെ അല്ലേ? അപ്പോൾ റെസിഡ്യൂയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ആദ്യം നമുക്ക് പറയാനുള്ളത് ഐസൊലേറ്റഡ് ആൻഡ് നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റ്സ്. ഐസൊലേറ്റഡ് ആൻഡ് നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റ്സ്. ഓക്കെ, ഐസൊലേറ്റഡ് ആൻഡ് നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റ്സ്. അപ്പോൾ എന്താണ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് അല്ലെങ്കിൽ നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഫംഗ്ഷൻ്റെ അനാലിറ്റിസിറ്റി തേർഡ് മൊഡ്യൂൾ, അതായത് നമ്മൾ തേർഡല്ല, നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലോട്ടാണ് പഠിക്കുന്നത് അല്ലേ? കോംപ്ലക്സ് അനാലിസിസ്. അപ്പോൾ അതിൽ നമ്മളെ 3ാമത്തെ സെഷനിലായിട്ടാണ് നമ്മൾ അനാലിറ്റിക് ഫംഗ്ഷൻ പഠിച്ചു തുടങ്ങിയത് അല്ലേ? അത് നമ്മൾ തുടർന്ന് നെക്സ്റ്റ് മൊഡ്യൂൾ, അതായത് കഴിഞ്ഞ 3ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ തിയറം, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, അവിടെ എപ്പോഴും നമ്മൾ അനാലിറ്റിക് എന്നുള്ളൊരു പദം ഉപയോഗിച്ച് വരാറുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ e⁻z ഡിവൈഡഡ് ബൈ z-2. ഇതിപ്പോൾ അനാലിറ്റിക് ആണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ന്യൂമറേറ്റർ അനാലിറ്റിക് ആണ്, ഡിനോമിനേറ്റർ അനാലിറ്റിക് ആണ്. പക്ഷേ a/b എന്ന റാഷണൽ ഫോമാറ്റിനെ സംബന്ധിച്ച് രണ്ട് അനാലിറ്റിക് ഫംഗ്ഷൻ്റെ കോഷ്യൻ്റെ ഫോം അനാലിറ്റിക് ആണ്, ബട്ട് വേർ ഇസ് ഡിനോമിനേറ്റർ ഇസ് നോട്ട് 0.
അപ്പോൾ ഡിനോമിനേറ്റർ ഇവിടെ 0 ആവാനുള്ള ചാൻസ് എവിടെയാണ്? z=2 ആയാൽ. കറക്റ്റ് അല്ലേ? z-2 0 ആവുക, അതായത് z=2 ആവുക. അപ്പോൾ z=2 എന്നുള്ള പോയിന്റിൽ മാത്രം ഇതെന്തല്ല, ഈ ഫംഗ്ഷൻ ടോട്ടലി എന്തല്ല. അപ്പോൾ നമ്മളിതിന് f(z) എന്ന് വിളിക്കുകയെന്നുണ്ടെങ്കിൽ f(z) എന്തല്ല, അനാലിറ്റിക് അല്ല എന്ന് പറയും. ഈ അനാലിറ്റിക് അല്ലാത്ത പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സിംഗുലാർ പോയിന്റ്. നമ്മളിതുവരെ പേര് പറയാറില്ലായിരുന്നു. നമ്മൾ കോഷസ് ഇൻ്റഗ്രൽ തിയറത്തിലും കോഷസ് ഇൻ്റഗ്രൽ ഫോർമുലയിൽ എപ്പോഴും നമ്മൾ പറയില്ല, ഹിയർ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് അനാലിറ്റിക് അറ്റ് z=2, അങ്ങനെ പറയാറ് നമ്മൾ. അപ്പോൾ അനാലിറ്റിക് അല്ലാത്ത ആ പോയിന്റിന് നമ്മളൊരു പേര് വിളിക്കാറില്ലായിരുന്നു അല്ലേ. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സിംഗുലാർ പോയിന്റ്. ഇനി സിംഗുലാർ പോയിന്റിനെ നമ്മൾ പൊതുവെ രണ്ടായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്നും നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്നും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഈ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ കൺസിഡർ ചെയ്തത് ഒരു സിംഗുലാർ പോയിൻ്റാണ് അല്ലേ. z=2 എന്നുള്ളത് ഒരു സിംഗുലാർ പോയിൻ്റാണ് ഈ എക്സാമ്പിളിൽ അല്ലേ. ഇതിപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ z=2 അല്ലാതെ വേറെ ഏതെങ്കിലും പോയിൻ്റ് അനാലിറ്റിക് അല്ലാതെ വരുന്നുണ്ടോ ഈ കേസിൽ? ഇല്ല. കാരണം z2 ആകുമ്പോൾ മാത്രമേ നോട്ട് ഡിഫൈൻഡ് വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളത് അനാലിറ്റിക് അല്ല എന്ന് പറയാൻ കാരണം വേറെ ഏത് പോയിൻറ്റിനും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഏതാണോ ഈ പോയിന്റ്, ഇപ്പോൾ z=2 ആണ് അല്ലേ. അപ്പോൾ 2 എന്ന് പറയുന്ന 2 എന്ന് പറഞ്ഞാൽ 2,0 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു നെയ്ബർഹുഡ് എടുക്കുക, അതായത് ചെറിയൊരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുക നിങ്ങൾ. ആ സർക്കിളിൽ അല്ലെങ്കിൽ ആ നെയ്ബർഹുഡിൽ ഈ 2 അല്ലാതെ മറ്റേതെങ്കിലും പോയിന്റുകൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ, ഓക്കെ അല്ലേ, മറ്റേതെങ്കിലും പോയിന്റുകൾ കാണപ്പെടുന്നുണ്ടെങ്കിലാണ് നമ്മളതിനെ നോൺ ഐസൊലേറ്റഡ് എന്ന് പറയാം. അതേസമയം ഇപ്പോൾ ഈ കേസിൽ 2 അല്ലാതെ മറ്റു പോയിൻ്റൊന്നുമില്ല. കാരണം എന്താണ്? 2 അല്ലാതെ വേറൊരു പോയിന്റിൽ ഇത് ഡിഫൈൻഡ് ആവാത്ത പ്രശ്നം വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മളതിനെ ഐസൊലേറ്റഡ് എന്ന് വിളിക്കാം. അപ്പോൾ ആക്ച്വലി ഈ എക്സാമ്പിളിൽ z=2 റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റാണ്. കാരണം z=2 മാത്രമേ ഇവിടെ എന്തായിട്ട് വരുന്നുള്ളൂ, അനാലിറ്റിക് അല്ലാതെ വരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയാം, ഓക്കെ അല്ലേ. അപ്പോൾ ഒരു സിംഗുലാർ പോയിൻറ്റിനെ നമ്മൾ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് എന്ന് വിളിക്കൽ എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദാറ്റ് പോയിൻ്റ് ഹാസ് എ നെയ്ബർഹുഡ് വിത്തൗട്ട് ഫർദർ സിംഗുലാരിറ്റീസ് ആണ്. അപ്പോൾ ആ ഫംഗ്ഷന് അനാലിറ്റിക് അല്ലാത്ത മറ്റ് പോയിൻറ്റുകൾ, ഇതുകൂടാതെ മറ്റ് പോയിൻറ്റുകൾ കാണപ്പെടുന്നില്ലെങ്കിൽ നമ്മളതിനെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് എന്ന് പറയും. കാണപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മളതിനെ നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് എന്ന് പറയും. അപ്പോൾ നമ്മളിതുവരെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീപ്പായിട്ട് പോകാനുള്ളതും ഈ ഐസൊലേറ്റഡിനെ പറ്റിയാണ്. നോൺ ഐസൊലേറ്റഡ് ഇവിടെ നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല, ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ആളുടെ പേരാണ് പോൾ, രണ്ടാമത്തെ ആളുടെ പേരാണ് എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ്, എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ്, എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ്. തേർഡ് റിമൂവബിൾ സിംഗുലാർ പോയിൻ്റ്, റിമൂവബിൾ സിംഗുലാർ പോയിൻ്റ്. എക്സാമിന് ചോദിക്കാറുണ്ട്, എക്സാമ്പിൾ എഴുതാൻ പറയും, ചിലപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പറയും. എന്താണ് ഈ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റ്സിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ എന്താണ് പോൾ, എന്താണ് എസെൻഷ്യൽ, എന്താണ് റിമൂവബിൾ, അല്ലെങ്കിൽ ഈ പറയുന്ന 3 പേർക്ക് ഒരു എക്സാമ്പിൾ എഴുതുന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റനായിട്ട് വരാറുണ്ട്. അപ്പോൾ അത് വലിയൊരു പണിയൊന്നുമില്ല, 3 എക്സാമ്പിൾ പഠിച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താ നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗുലാരിറ്റീസിൻ്റെ അല്ലെങ്കിൽ സിംഗുലാർ പോയിൻറ്റ്സിൻ്റെ, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റ്സിൻ്റെ 3 ക്ലാസിഫിക്കേഷനായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നോക്കാനുള്ളത് എന്താണ് പോള് എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് പോൾ? അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് തുടങ്ങാൻ പോകുന്നത് നമ്മൾ നേരത്തെ നിർത്തിയ സ്ഥലത്തു നിന്നാണ്, അതായത് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. അതാണ് അപ്പോൾ നമ്മളിതിൻ്റെ തൊട്ട് മുന്നായിട്ട് വൈൻഡപ്പ് ചെയ്തത് അല്ലേ. അപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ തരുന്നു, അനാലിറ്റിക് ഫംഗ്ഷൻ്റെ ഒരു സെൻറ്റർ തന്നിട്ട് ആ സെൻറ്റർ നമ്മൾ ലൊക്കേറ്റ് നമുക്കൊരു റീജിയൻ പ്രൊവൈഡ് ചെയ്തിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു റീജിയൻ ബേസ് ചെയ്തിട്ട് നമ്മളതിൽ പുറത്തെടുത്തിട്ട് കോൺസ്റ്റൻറ്റിനെയോ അല്ലെങ്കിൽ ആ സെറ്റിനെയോ പുറത്തെടുത്തിട്ട് നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്ത് അവസാനിപ്പിക്കും. അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് സെറ്റ് ടൈമിലുള്ള z² z³ ടൈമിലുള്ള ഒരു എക്സ്പാൻഷൻ കിട്ടും, അല്ലെങ്കിൽ 1/z 1/z² എന്നുള്ള ടൈമിലുള്ള എക്സ്പാൻഷൻ കിട്ടും. അതാണ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അല്ലേ. ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അഥവാ അപ്പോൾ നമുക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. f(z) is equal to sin z by z raised to 4. f(z) is equal to sin z by z raised to 4. ഓക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സിംഗുലാർ പോയിൻ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്നല്ലേ പറയാനുള്ളത്.
അപ്പോൾ നമ്മൾ ഈ സിംഗുലർ പോയിൻ്റ്, അതായത് പോളായാലും നെക്സ്റ്റ് എസെൻഷ്യൽ ആയാലും റിമൂവബിൾ ആയാലും ഒക്കെ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിലൂടെയാണ് നമ്മൾ ഈ പോളായാലും ഏത് പോയിൻ്റായാലും പറയാം. അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് നമുക്കറിയാം സൈൻ സെറ്റ് ഓൾറെഡി അനാലിറ്റിക് ആണ്, Z⁻4 അനാലിറ്റിക് ആണ്. പക്ഷേ ഇതൊരു റേഷ്യോ ഫോം ആയതിനാൽ, റാഷണൽ ഫോം ആയതിനാൽ ഡിനോമിനേറ്റർ 0 വരരുത്. അപ്പോൾ ഡിനോമിനേറ്റർ 0 വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z⁻4 0, ദാറ്റ് ഇംപ്ലൈസ് സെറ്റ് ഇസ് ഈക്വൽ ടു 0. ഫോർത്ത് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 0ൻ്റെ ഏത് റൂട്ടും 0 തന്നെയുണ്ടോ. അപ്പോൾ സെറ്റ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത് സിംഗുലാരിറ്റി, സിംഗുലാർ പോയിൻ്റ് വരുന്നത്. മാത്രമല്ല സെറ്റ് ഈക്വൽ ടു 0 മാത്രമേ ഈ ഫംഗ്ഷന് കുഴപ്പമുള്ളൂ. വേറെ ഏതെങ്കിലും പോയിൻറ്റിലൂടെ നോട്ട് ഡിഫൈൻഡോ നമുക്ക്, അതായത് അനാലിറ്റിക് അല്ലാതെ വരുന്നില്ലല്ലോ, ഡിഫൈൻഡ് അല്ലാതെ വരുന്നില്ലല്ലോ. അപ്പോൾ സെറ്റ് ഈക്വൽ ടു 0 ആണ് ഇവിടുത്തെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് എന്ന് പറഞ്ഞത്. ഈ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് ഇതിലാരാണ്? പോളാണോ അതോ എസെൻഷ്യൽ ആണോ റിമൂവബിൾ ആണോ? ഇതാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത്, പറയാനുള്ളത്. അപ്പോൾ അതിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് ലോറൻസ് സീരീസ് എക്സ്പാൻഷനാണ്.